എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതിമനോഹരമായ ദൈവികമായ ഒരു സന്ദർശന ദിനമാണ്. 7/7/25. അതായത് നമ്മൾ എഴുതുമ്പം 7/7 5 + 2 7. ഓക്കെ, അപ്പോൾ 7/7 എന്ന ഏഞ്ചൽ നമ്പർ ഡേ ആണിന്ന്. ഇന്നിത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കും, ഒരു നമ്പറിന് എന്താണ് ഇത്രയും വലിയ അർത്ഥമെന്ന്. പക്ഷേ യൂണിവേഴ്സിൽ എല്ലാം ഒരു കോഡാണ്. ഓരോ നിമിഷവും, ഓരോ തീയതിയും, ഓരോ സന്ദേശവും ഡിവൈൻ കണക്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ ദിവസം ജൂലൈ 7 അത്തരമൊരു അതിമനോഹരമായ ഡിവൈൻ ഗേറ്റ് വേ ആണ് ആക്കി മാറ്റുന്നത്. ഓക്കെ, എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ്? ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന്, അല്ലേ? നമുക്ക് എന്തിനും ഒരു സംശയം വരും, ഏഞ്ചൽ നമ്പേഴ്സ് എന്നത് എന്താണ്? ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ദൈവിക ശക്തികളായ എനർജി ബീയിങ്സ് നമ്മുടെ ജീവിതത്തിൽ സബ്ടൈൽ ആയി കടന്നു വരുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഫോർ എക്സാമ്പിൾ 2 അതായത് 2 കാണുമ്പോൾ സപ്പോർട്ടാണ്, 1 കാണുമ്പോൾ പുതിയ തുടക്കം, 5 എന്താണ്, മാറ്റം വരും നമ്മളിൽ. അതുപോലെയാണ് പക്ഷേ 7 അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അനന്തമായ ദൈവികത, സുരക്ഷയും ഉണർവുമാണ് 777 സൂചിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ ആ അത്ഭുതകരമായ ടെക്നിക്കിലാണ് നയിക്കാൻ പോകുന്നത്. ഇത് വളരെ ലളിതമാണ്, പക്ഷേ അതിൻ്റെ ശക്തി അതിമാനവികമാണ്. പേര് 7/7 ടെക്നിക്. ഓരോ ആഗ്രഹവും സാക്ഷിക്കാൻ, അതായത് ഒരേ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ഡിവൈൻ വഴിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുണ്ട്, അത് ഹൃദയത്തിലൂടെ എഴുന്നേറ്റ ആഗ്രഹം. ഈ ആഗ്രഹം സാക്ഷാത്കരിക്കാനായി യൂണിവേഴ്സിൻ്റെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ. ഓക്കെ, റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. എങ്ങനെയാണ് ഇത് ടെക്നിക്കായി മാറുന്നത്? 7/7 അതായത് 777 എങ്ങനെയാണ് ഒരു ടെക്നിക്കായി മാറുന്നത്? 777 എന്നത് ഏഞ്ചൽ നമ്പറാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇവിടെ ഇതൊരു പവർഫുൾ ആക്ടിവേഷൻ കോഡായി മാറുന്നു. 7 വാക്കുകൾ കൊണ്ട് 7 തവണ 7 ദിവസത്തേക്ക് നിങ്ങൾ ഇത് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ എഴുതുക. അതാണ് ഈ ടെക്നിക്ക്. ഓക്കെ, 7 വാക്കുകൾ കൊണ്ട് 7 തവണ 7 ദിവസത്തേക്ക് നിങ്ങൾ എഴുതുക. ഒന്നുകിൽ ആഗ്രഹം എഴുതുക 7 പ്രാവശ്യം, അല്ലെങ്കിൽ അത് 7 പ്രാവശ്യം ഉച്ചരിക്കുക. ഇത് പക്ഷേ ഇതൊരു നമ്മുടെ മാനസികമായ വൈബ്രേഷൻ, വികാരശക്തി, ആത്മവിശ്വാസം എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ യൂണിവേഴ്സ് അതിൻ്റെ പ്രതികരണം നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് വേഗം തരും. ഓക്കെ, ലഭിക്കും. അതുകൊണ്ടാണ് ഇന്നിത് എല്ലാവരും ചെയ്യാൻ പറയുന്നത്. ഇനി അടുത്തത്, ഇതിൻ്റെ തുടർന്നൊരു കഥ പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി, അതിൻ്റെ പേര് മാളവിക എന്നാണ്. അവർ പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ്. എനിക്കെഴുതിയ ഒരു സന്ദേശമാണ് എൻ്റെ അമ്മ. അവൾക്കൊരു ഒരേ ഒരു ആഗ്രഹമുള്ളായിരുന്നു. അമ്മ കിടപ്പ് രോഗിയാണ്, അമ്മ രക്ഷപ്പെടണം. അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ അവളോട് പറഞ്ഞു, 7/7 ടെക്നിക്ക് ചെയ്യാൻ പറഞ്ഞു. 7 വാക്കുകൾ. അപ്പോൾ ഒരേ സന്ദേശം അതിവികാര ശക്തിയോടെ 7 ദിവസം പുതിയ പ്രതീക്ഷയോടെ 7 തവണ എഴുതിയപ്പം അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, മൈ മദർ ഈസ് ഹീൽഡ്, ഹെൽത്തി ആൻഡ് സ്മൈലിംഗ് എഗെയിൻ. ഇങ്ങനെ പറഞ്ഞെഴുതിയപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു അത്ഭുതമുണ്ടായി. അമ്മയുടെ ആരോഗ്യത്തിൽ കൃത്യമായി മാറ്റം വന്നു. അതാണ് പറയുന്നത്, നമ്മൾ ഒരു ആഗ്രഹം വിചാരിച്ച് നമ്മളൊരു ടെക്നിക്ക് ചെയ്താൽ അത് നമ്മൾ ആത്മശുദ്ധിയോടെയും ഹൃദയശുദ്ധിയോടെയും കറക്റ്റായിട്ട് ചെയ്താൽ നമുക്കതിൻ്റെ തീർച്ചയായിട്ടും ഫലം ലഭിക്കും. അപ്പോൾ അതിന് ചില പ്രത്യേക ദിവസങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിലൊരു ദിവസമാണിന്ന്. എല്ലാവരും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇത് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ 777 ടെക്നിക്ക് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ചൂസ് 1 വിഷ്. ഒരേ ഒരു ആഗ്രഹം, കൃത്യമായ ആഗ്രഹം നമ്മൾ ചൂസ് ചെയ്യുക.
മനസ്സിലായി, ഒരു ക്ലാരിറ്റി വേണം എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പം കൃത്യമായി ഒരേ ഒരു ആഗ്രഹം ചൂസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് 7 വേർഡ് സെൻറ്റൻസ്. എല്ലാവരും പറയുന്നത് 7 വേർഡ് സെൻറ്റൻസ് ആണ് പറയുന്നത്. പക്ഷേ 7 വേർഡ്സ് ഇല്ലെങ്കിലും 3 വേർഡ്സ് ആണെങ്കിലും 5 വേർഡ്സ് ആണെങ്കിലും അതിൽ കുഴപ്പമില്ല. പക്ഷേ 7 വേർഡ് സെൻറ്റൻസ് ആണെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, നമ്മൾ ആഗ്രഹം പൂർണ്ണമായി തീരുകയും ഇപ്പോൾ തന്നെ നടക്കുന്നത് പോലെ നമ്മൾ എഴുതുക. സെൻറ്റൻസിൽ നമ്മൾ എഴുതുക. ഓക്കെ, നമ്മുടെ ആഗ്രഹം പൂർണ്ണമായി, അതുപോലെ അത് ഇപ്പോൾ തന്നെ നടന്നതായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നു, നന്ദി. ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നു, നന്ദി. പിന്നെ അടുത്തപോലെ, ഞങ്ങളുടെ വീട് ഇപ്പോൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും നിറഞ്ഞിരിക്കുന്നു, നന്ദി. ഇതാണ് എക്സാമ്പിൾസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആഗ്രഹം നിങ്ങളത് സെൻറ്റൻസിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുക. ഒരു ബുക്ക് എടുക്കുക. ബുക്കിൽ നമ്മൾ ശാന്തമായ മനസ്സോടെ രാവിലെ 7 തവണ എഴുതുക, അല്ലെങ്കിൽ ഉച്ചരിക്കുക. ചില ആൾക്ക് സമയം ഉണ്ടാവില്ല എഴുതാനായിട്ട്. അവരോട് പറയും, അവർ ഉറക്കെ പറയുക. രാവിലെ ശാന്തമായ മനസ്സോടെ എഴുതുക. വൈകുന്നേരവും അതേപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും എഴുതുക. ഓക്കെ, രാവിലെ 7 തവണ എഴുതുക, വൈകുന്നേരവും 7 തവണ നമ്മുടെ ആഗ്രഹം എഴുതുക. എന്നിട്ട് സ്റ്റെപ്പ് 4, റിപ്പീറ്റ് ഫോർ 7 ഡേയ്സ്. നമ്മൾ 7 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. ഒറ്റ ദിവസം പോലും ഒഴിവാക്കരുത്, മുടക്കരുത് കേട്ടോ. അപ്പം 7 ദിവസങ്ങൾ തുടർച്ചയായിട്ട്, റിപ്പീറ്റ് ഫോർ 7 ഡേയ്സ്, 7 ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യുക. ഒറ്റ ദിവസം പോലും ഒഴിവാക്കരുത്. ഓരോ ദിവസം നമ്മളിത് ചെയ്യുമ്പോഴും ആ വികാരം അനുഭവിക്കുക. അതായത് ആ ഫീലിംഗ് ചെയ്തുകൊണ്ട് നമുക്കത് ലഭിച്ചു, നമുക്കത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ആഗ്രഹം സാധ്യമായി എന്നുള്ള ആ ഒരു അനുഭവത്തോടെ നമ്മൾ എഴുതുക. ഏറ്റവും നല്ലത് എഴുതലാട്ടോ. ഞാൻ പറഞ്ഞു ഉച്ചരിക്കാൻ പറഞ്ഞു 7 തവണ, പക്ഷെ അതിനേക്കാളും പറയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് 7 തവണ രാവിലെ എണീക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും 7 തവണ നമ്മുടെ ഈ ആഗ്രഹം എഴുതുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൗട്ട് ചേർക്കരുത്. ഡൗട്ട് ചേർത്താൽ എനർജി നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കും. ഫസ്റ്റ് ബിലീവ് ചെയ്യുക, പിന്നെ ഫീൽ ചെയ്യുക, പിന്നെ ലെറ്റ് ഗോ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് ആക്ട്സ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് ഫലം തരുന്നത്. അതായത് ബിലീവ്, ഫീൽ, പിന്നെന്താണ്, ബിലീവ് ചെയ്യുക, ആദ്യം വിശ്വസിക്കുക, പിന്നെ ഫീൽ ചെയ്യുക, പിന്നെ റിസീവ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സ് നമുക്കതിനുള്ള അനുഗ്രഹങ്ങൾ തരും. ഓക്കെ, ഉറപ്പായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? 7-7 ടെക്നിക്ക് ഉത്കൃഷ്ടമായി പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? റിപ്പീറ്റേഷൻ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ റിപ്പീറ്റായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം 7 ദിവസം 7 തവണ ഉറക്കെ എഴുതുക, പറയുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ഒരു റിപ്പീറ്റേഷൻ വരികയാണല്ലേ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ 7 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിവൈൻ എനർജി, ചക്ര നമ്പർ 7, അതായത് ക്രൗൺ, ഡിവൈൻ കണക്ഷനുള്ള ഒരു നമ്പറാണ്. പിന്നെ ഈ വേർഡ്സ്, അതിനൊരു വൈബ്രേഷനുണ്ട്. 7 വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു വൈബ്രേഷനുണ്ട്. ഫീലിങ്സ്, യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ ഓരോ വൈബ്രേഷൻ തരുന്നുണ്ട്. അതുമായിട്ട് നമ്മുടെ വൈബ്രേഷനുമായിട്ട് യൂണിവേഴ്സ് എന്ത് ചെയ്യും? റെസൊണേറ്റ് ചെയ്യും, മാച്ചാവും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. പിന്നെ ഈ 7 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ഒരു എനർജറ്റിക് കോഡിങ് ഉണ്ടാക്കുകയാണ്. അതാണ് തുടർച്ചയായിട്ട് 7 ഡേയ്സ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗ്രഹം കേവലം മനസ്സിൻ്റെ ഒരു ഉപജ്ഞമല്ല. എന്താണെന്ന് വെച്ചാൽ എനർജിയുടെ പ്രത്യക്ഷമായ, നമ്മുടെ എനർജി അനുസരിച്ച് നമ്മുടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാവും. അപ്പം നമ്മൾ റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേട്ട് നമുക്ക് ആ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധ്യമാവും. അപ്പം എപ്പോഴും എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എനർജി വൈബ്രേഷൻ കറക്റ്റായിരിക്കണം. നമ്മുടെ എനർജി വൈബ്രേഷൻ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് എന്താ പറയുക, മാച്ചായിരിക്കണം. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇരിക്കണം എന്നാണ് പറയുന്നത് ചുരുക്കം. ഓക്കെ,
അതുപോലെ എന്തൊക്കെയാണ് ഒരു ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യരുത് ഇതിൽ ചെയ്യുമ്പോൾ. ഓക്കെ, 7-7 ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യരുത്. ഒരേ ദിവസം 3-4 തവണ ആവർത്തിക്കരുത്. ഇത് വികാരശൂന്യതയ്ക്ക് ഇടയാക്കും. ഒന്നുകിൽ 2 നേരം മാത്രം ചെയ്താൽ മതി. ഒന്നുകിൽ ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുന്ന ഉടനെ ചെയ്യുക, പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ചെയ്യുക. ഓക്കെ, മൈൻഡ് ആൻഡ് ഹേർട്ട് സിങ്ക്രണൈസ് ചെയ്യുക, ചെറിയ നീക്കങ്ങൾ ചെയ്യുക, സ്മാൾ അലൈൻഡ് ആക്ഷൻസ് എടുക്കുക. എവറി ടൈം യു റൈറ്റ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ചുരുക്കി ചേർക്കുക. അതായത് നമ്മൾ എന്ത് ആഗ്രഹം എഴുതുകയാണെങ്കിലും ലാസ്റ്റ് നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതുക. നിങ്ങളുടെ വൈബ്രേഷനാണ് ഓരോ വാക്കിൻ്റെയും ശക്തി. ഓക്കെ, ഇനി ലെറ്റ്സ് ബിഗിൻ യുവർ വിഷ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ 7 വാക്കുകളിലുള്ള ആഗ്രഹം എഴുതൂ. എൻ്റെ കമൻറ്റിലും കൂടെ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് എഴുതിക്കോളൂ. അപ്പം എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒത്തിരി ആളുകൾ വായിക്കും ഇല്ലേ, വായിക്കാൻ ഇടവരും. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറേ പേരുടെ മനസ്സിലോട്ട് എത്തും. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ടൈപ്പ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് ആദ്യം നമ്മളിൽ നിന്നൊരു സിഗ്നൽ പ്രതീക്ഷിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ 777 ടെക്നിക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് തൊട്ട് 7 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഒരു വിഷിന് വേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും എഴുതുക, ആഗ്രഹം സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ പുതിയൊരു എന്താ പറയുക, നമുക്കൊരു പുതിയൊരു ദിവസത്തിന് ഒരു തുടക്കമിടാം ഇന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ആത്മാവും ശക്തിയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുക. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ടുഡേ, ഡു ഇറ്റ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ലെറ്റ് ദ യൂണിവേഴ്സ് സർപ്രൈസ് യു, ലവ് ആൻഡ് ലൈറ്റ്. 7-7 ടെക്നിക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതിന് വേണ്ടി താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇന്നെല്ലാവരും ഈ ഒരു ടെക്നിക്ക് ചെയ്യണം, മാറ്റി വെക്കരുത്. ഇന്ന് തൊട്ടാണ് 7 days ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇന്നത്തെ ആ ഒരു എനർജി, അതായത് പോർട്ടൽ ഡേ ആണ് ഇന്ന് 777. അപ്പോൾ ഇത് നിങ്ങൾ ആ ഡിവൈൻ ദിനത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ച് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നേർന്നുകൊണ്ട് നിർത്തുന്നു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.